ലഞ്ച് ബൈ ധന. ഇന്ന് ഞാനും ഹസ്ബൻഡും മക്കളും കൂടിയിട്ട് കോട്ടപ്പടി പള്ളിപ്പെരുന്നാൾ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. അപ്പം നമ്മൾ ആദ്യം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത് കേട്ടോ. അതിൻ്റെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കണ്ടു നോക്കൂ ഗായ്സ്. ആദ്യം തന്നെ ഭക്ഷണം കഴിച്ചിട്ടാവാം മറ്റു പരിപാടികളെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം ചാവക്കാട് കൂടെ റെസ്റ്റോറൻറ്റിലോട്ട് പോയി. ആദ്യമായിട്ടാണ് നമ്മളവിടെ പോകുന്നത്. നല്ല ആംബിയൻസ് ഒക്കെയാണ് കേട്ടോ. ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മളിതാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പൊപ്പയ്ക്കും ചിന്തയ്ക്കൊക്കെ ഇതുപോലെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ ഷവായും മന്തി റൈസൊക്കെ എത്തി. അപ്പോൾ ഷവായിയുടെ കൂടെ ഈ ഒരു ഗ്രേവിയും ഗുബൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മന്തി റൈസും കൂടി പറഞ്ഞുള്ളൂ, കുട്ടികളല്ലേ അപ്പോൾ അധികം കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇനി ആവശ്യമുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഗ്രേവിയിൽ കുറച്ച് ഉപ്പ് കൂടുതലായിരുന്നു, പക്ഷേ ചിക്കനും റൈസൊക്കെ കൊള്ളായിരുന്നു. റീസണബിൾ റേറ്റും ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ ഇതന്നെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും വയറൊക്കെ നന്നായി ഫില്ലായി. അപ്പോൾ ജ്യൂസും കാര്യങ്ങളൊന്നും ഓർഡർ ചെയ്തില്ല. പിന്നെ മക്കൾ കുടിക്കില്ല, പിന്നെ ഞാൻ തന്നെ കുടിച്ച് തീർക്കേണ്ടി വരും. ഇനി പള്ളി പെരുന്നാളിനൊക്കെ പോയി നടക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇത്ര കഴിച്ചുകൊണ്ട് നിർത്താനുള്ള പ്ലാനിലാണ്. കോട്ടപ്പടി പള്ളിപ്പെരുന്നാൾ കാണാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, വണ്ടി പാർക്ക് ചെയ്തിട്ട്. അപ്പോൾ ലാസ്റ്റ് ഇയറും ഞങ്ങൾ പോയായിരുന്നു. ഞാനും മക്കളും കൂടിയിട്ടാണ് പോയത്, ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇവിടുത്തെ ലൈറ്റ്സും വൈപ്പൊക്കെ അടിപൊളിയാണ്. അപ്പോൾ കച്ചവടക്കാരെയൊക്കെ കണ്ടപ്പോൾ ചിന്തയും പൊപ്പയും ടോയ്സ് വേണം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞു നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാഗ്യത്തിന് വെടിക്കെട്ടിൻ്റെ സമയമായിരുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് എൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ആ എൻട്രൻസിൽ തന്നെയുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ലൈവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലൈവ് എടുക്കാൻ പോയപ്പോൾ ആദ്യം പൊപ്പനെയും കൂട്ടി പോയി എടുത്തു. പിന്നെ വന്നപ്പോഴേക്കും ചിൻ്റെ ടോയ്സ് വാങ്ങിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഡാഡിയുടെ കൂടെ ഇപ്പോൾ പോയിട്ട് പൊപ്പയുടെ ടോയ്സ് വാങ്ങിച്ചു വന്നു. അങ്ങനെയാണ് നമ്മൾ ലൈവൊക്കെ എടുത്തത് കേട്ടോ. അല്ലെങ്കിൽ 2 പേരെ നോക്കണം, ലൈവ് കൊടുക്കണം. ഞാൻ ഇൻസ്റ്റയിലും ലൈവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തുള്ളെങ്കിലും ഉള്ള സമയത്ത് ഞാൻ കുറേ ഫോട്ടോസും റീൽസും ലൈവൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ ലൈവ് എടുക്കാനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതിനിടയ്ക്ക് ഞാനൊരു ഇൻട്രോ എടുക്കാൻ നോക്കിയതാണ്, പക്ഷേ ഫ്ലോപ്പായി. കാരണം അവിടെ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് പറ്റിയില്ല. പിന്നെ ഞാൻ അകത്ത് കയറി ലൈവൊക്കെ ചെയ്തു. ചിന്തയ്ക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൊപ്പനെയും ചിന്തനെയും മാറി മാറി കൊണ്ട് നടന്ന ലൈവൊക്കെ എടുത്തു. ഇൻസ്റ്റയിലും ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മാക്സിമം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. നല്ലൊരു ഈവനിങ് ആയിരുന്നു. കണ്ടില്ലേ ക്രിപ്പൊക്കെ. അപ്പോൾ ചിന്തയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ചിന്തയ്ക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഉറക്കം വരുന്നുണ്ട്, ഇപ്പോൾ തൂങ്ങി വീഴുന്നുള്ള അവസ്ഥയായി. പിന്നെ ഹസ്ബൻഡിനാണെങ്കിലും വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് വേഗം വന്ന് കിടന്ന് ഉറങ്ങണം എന്നുള്ളതായിരുന്നു. അപ്പം വേഗം വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അധികമൊന്നും പ്രോഗ്രാംസൊന്നും കാണാൻ നിന്നില്ല, വേഗം തന്നെ പോരാനുള്ള പുറപ്പാടിലാണ്. എന്തായാലും നല്ലൊരു ഈവനിങ് ആയിരുന്നു. ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ന്യൂ ഇയറിലെ ഫസ്റ്റ് ഔട്ടിങ് കൂടിയാണ് ഞങ്ങളുടെ. അപ്പോൾ ഇത്രയുള്ളൊരു കുട്ടി വ്ളോഗായിരുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ, സീ യു.